ജാതീയ വേർതിരിവ് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യവസായ ഡയറക്ടറായിട്ടുള്ള കെ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് ഇന്ന് സർക്കാർ 2 IAS ഉദ്യോഗസ്ഥരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് എൻ പ്രശാന്തിനെയാണ്. എൻ പ്രശാന്തിനെ വേറെ വിഷയത്തിലാണ്. ജയതിലക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് ആക്ഷേപിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുള്ളത്, സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ രണ്ടും രണ്ട് രീതിയിലാണല്ലോ നിൽക്കുന്നത്. അത് എന്തിനാണ് പ്രശാന്തിനെ അങ്ങനെ ചെയ്യാനുള്ള സാധ്യത? കാരണം ജയതിലക് കൂടിയും ഗോപാലകൃഷ്ണൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതെന്താ പ്രശ്നം എന്നറിയാം? ഈ ഗോപാലകൃഷ്ണനും ജയതിലകും നല്ല ബന്ധമുണ്ട്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. ഗോപാലകൃഷ്ണൻ വ്യവസായ വകുപ്പിന്റെ ഡയറക്ടർ കൂടിയാണ്. പക്ഷെ ഇതിലുള്ള പ്രശ്നം വെച്ചാൽ ഇപ്പൊ നസീഫ് പറയുമ്പോൾ തന്നെ ഈ വിഷയം മതപരമായ വേർതിരിവിന് വേണ്ടി ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിന്റെ വിഷയത്തിൽ എന്നിട്ട് 2 പേരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ രീതിയിലേക്കാണ് വാർത്ത വന്നത്. സത്യത്തിൽ പ്രശാന്തിന് ഇതുമായി യാതൊരു ബന്ധമല്ല. പ്രശാന്ത് പക്ഷെ 2 കൂട്ടരെ ഒരുമിച്ച് അല്ല. പ്രശാന്തിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ പ്രശാന്ത് ഫേസ്ബുക്കാന്ന് തോന്നുന്നു, ഫേസ്ബുക്കില് ജയതിലകിനെതിരെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രോളാണ്. അല്ല, അതില് ഞാൻ പറഞ്ഞതറിയാം, ഇതില് ജയതിലകിന്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പ്രശാന്ത് വെറുതെ അങ്ങനല്ലോ. പ്രശാന്തിന്റെ ഒരു ഫയല് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം കൊണ്ടാണ്. അതായത് ഈ പ്രശാന്ത് കൃത്യവിലോപം നടത്തിയെന്നാണ് ജയതിലകിന്റെ ആരോപണം. പക്ഷെ പ്രശാന്ത് പറയുന്നത് ആ ഫയൽ ഓൾറെഡി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് മാതൃഭൂമി പത്രവും ജയതിലകും കൂടിയിട്ടുണ്ടാക്കിയൊരു എന്താ പറയുക ഗൂഢാലോചനയുടെ ഭാഗമായി എനിക്കെതിരെ വരുന്ന ഒരു പ്രശ്നമാണെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇതിലെ പ്രധാന വിഷയം പ്രശാന്തിൻ്റെ ഇതൊരു വിഷയമല്ല. കാരണം ഒരു IAS ഓഫീസർക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്. അത് ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യം IASകാർക്ക് ഇല്ല എന്ന് പറഞ്ഞതിൽ കാര്യമൊന്നുമില്ല. അത് സർക്കാരിൻ്റെ നയങ്ങളെയും സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു കോഡ് ഓഫ് കണ്ടക്ട്സിൽ ഇതിൽ പറയുന്നത്. പക്ഷേ സീനിയർ ഓഫീസർ അയാളുടെ വ്യക്തിപരമായ ഇയാളോട് കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വിമർശിക്കാൻ പറ്റുമെന്നാണ് പ്രശാന്തിൻ്റെ പറയണത്. പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്, സർക്കാർ സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അതിലും വലിയ വിഷയമാണ് ഈ ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയ വിഷയം. ഭയങ്കര വിഷയമാണ്. അതെന്നാണ് മല്ലു മുസ്ലിം ഗ്രൂപ്പ്, മല്ലു ഹിന്ദു ഗ്രൂപ്പ്. ഈ 2 വാട്സപ്പ് ഗ്രൂപ്പാണ് ആരുണ്ടാക്കിയത്? ഗോപാലകൃഷ്ണൻ ഉണ്ടാക്കിയത്. അപ്പോൾ മുസ്ലിം IAS ഓഫീസിനൊക്കെ എന്ത് ചെയ്തു? മല്ലു മുസ്ലിമിലേക്ക് എടുത്തു. ഈ പറഞ്ഞ ഹിന്ദു ആളുകളൊക്കെ ഇതൊക്കെ മുസ്ലിം ഗ്രൂപ്പിലേക്ക് ഇതേപോലെ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ ഡോക്ടർ അദീൽ അബ്ദുള്ള എന്ന് പറയുന്ന അദീൽ അബ്ദുള്ള അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കണേ, ഇത് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഗോപാലകൃഷ്ണൻ ആരാന്നാണ്? IAS ഗോപാലകൃഷ്ണന് അവിടെയാണ് ഒരു പ്രശ്നം. ഈ IAS ഗോപാലകൃഷ്ണന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത് എവിടുന്നാണ് ഈ നിർദ്ദേശം എവിടുന്നാണ് വന്നത്? എനിക്ക് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 2 ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്നാണ് ഇയാളെ വിശദീകരണം. ഗോപാലകൃഷ്ണൻ നിർദ്ദേശം സ്വാഭാവികമായിട്ടും ഈ ജയതിലൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കാരണം ചില അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പ്രത്യേക, അതായത് ഗോപാലകൃഷ്ണൻ ആ പൊസിഷനിൽ ഇടാനുള്ളതിലൊക്കെ എന്താ പറയുക ജയതിലകിന്റെ ഒരു രീതിയുണ്ട്. പക്ഷെ അതിൽ പ്രശ്നം ചിലത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. മല്ലു മുസ്ലിം, മല്ലു ഹിന്ദു എന്ന് പറഞ്ഞിട്ടൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കണതിൻ്റെ ഉദ്ദേശം എന്താ? ഇത്രയും സിവിൽ സർവീസ് എക്സാം എഴുതി, പ്രിലിമിനറി മെയിനൊക്കെ എഴുതി, ഇന്റർവ്യൂ ഒക്കെ പാസ്സായി വന്ന ഉയർന്ന ചിന്താഗതിയൊക്കെ പാലിക്കേണ്ട ഇത്ര ആളുകൾ ഈ കമ്മ്യൂണൽ പോളറൈസേഷൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ 2 തരം ഗ്രൂപ്പ് ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ഇതിൽ ആഡ് ചെയ്യപ്പെടുന്ന ആളുകൾ, അതിൽ ഡോക്ടർ അദീൽ അബ്ദുള്ള IAS അവര് അതിനെ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം എല്ലാവരും പ്രതികരിക്കില്ലേ? എന്തിനാണോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ്? ഞങ്ങൾ മുസ്ലിം എന്ന രീതിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, ഇത് മുസ്ലിം സംഘടനയുടെ ഏതെങ്കിലും ഉസ്താദുമാരോ അല്ലെങ്കിൽ ഹിന്ദു സ്വാമിമാരോ ഉണ്ടാക്കണേ ഓക്കെ, നമ്മൻ്റെ ആളുകൾ എന്നിട്ട് ഉണ്ടാക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഉണ്ടാക്കണേൽ അതിൻ്റെ സാങ്കത്യമാണ് ചോദ്യം ചെയ്തത്. പിന്നെ ഗോപാലകൃഷ്ണൻ്റെ അതേ റാങ്കിൽ തന്നെയാണ് ഇവരൊക്കെ നിൽക്കുന്നത്, എല്ലാവരും എന്താ പറയുക മറ്റു IAS ഉദ്യോഗസ്ഥരൊക്കെ. അപ്പം അത് ഇയാൾക്ക് എവിടുന്ന നിർദ്ദേശം? നസീഫ് നേരത്തെ പറഞ്ഞ പോലെ എവിടുന്നാണ് നിർദ്ദേശം? ആ നിർദ്ദേശത്തിൻ്റെ പുറത്ത് അത് തെറ്റായ നടപടി ആയതുകൊണ്ടാണ് ഗോപാലകൃഷ്ണനെ എന്ത് ചെയ്തിരിക്കുന്നത്? സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ മാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുത്തിട്ട് അന്വേഷണം നടത്തുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതേസമയം പ്രശാന്തിനുള്ള സസ്പെൻഷൻ, പ്രശാന്ത് എന്ന് പറഞ്ഞാൽ കലക്ടർ ബ്രോ ആണ്. കോഴിക്കോട് കലക്ടറായിട്ട് എന്താ പറയുക നല്ല പെർഫോമൻസ് നടത്തി, എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹം നന്നായി എഴുതുന്ന ആളാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ പല ചാനലുകളുടെയും ചർച്ചകൾക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റാണ്. ആള് പറഞ്ഞത് എന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള
റൈറ്റ് ഈ വിഷയത്തിലില്ല. കാരണം വെച്ചാൽ ഞാൻ സർക്കാരിനെ വിമർശിച്ചിട്ടില്ല, നയങ്ങൾ വിമർശിച്ചിട്ടില്ല. ഞാനൊരു ഉദ്യോഗസ്ഥനെ, എൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അയാൾ എനിക്കെതിരെ എന്താ പറയുക ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഞാൻ തിരിച്ചു അയാൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ. അപ്പോൾ എനിക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നാണ് പ്രശാന്തിൻ്റെ ആവശ്യം. അപ്പോൾ ജയതിലകനെതിരെ നടപടി എടുക്കുന്നില്ലെങ്കിൽ അദ്ദേഹം കോടതിയിലേക്ക് പോകുന്നുണ്ട്. അതായത് വരും. പക്ഷേ ഇതിൽ വേറെ വിഷയമുണ്ട്. ജെ മേഴ്സിക്കുട്ടി അമ്മ ഉണ്ട്, മുൻ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ജെ മേഴ്സിക്കുട്ടി അമ്മ. അദ്ദേഹം അവര് ഈ പ്രശാന്തിനെ തോൽവിക്കുള്ള കാരണം കൂടിയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മേഴ്സിക്കുട്ടിയമ്മ പറയണത് ഈ രമേശ് ചെന്നിത്തലയുടെ അടുപ്പക്കാരനാണ് ആര്. രമേശ് ചെന്നിത്തലയുടെ ഒരു മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ ആ വകുപ്പിലുണ്ടായിരുന്ന ആളാണ് പ്രശാന്ത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുമായിട്ട് ക്ലോസ് റിലേഷൻ ആർക്കുണ്ട്, നമ്മുടെ പ്രശാന്തിനുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല ഗൂഢാലോചന നടത്തിയിട്ടാണ് ആ ഇലക്ഷൻ്റെ സമയത്ത് ഈ ഒരു ഇൻലാൻഡ് ഉൾനാടൻ എന്തോ ഒരു ഇതാണ് വലിയൊരു വിഷയമാണ്, കരാറ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വന്നത്. 4000 കോടി രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞു. കുട്ടിയമ്മ ഇപ്പോ പ്രശാന്തിന്റെ സസ്പെൻഷനെ കുറിച്ചിട്ട് വളരെ പറഞ്ഞത് ഒരു എന്താ പറയാ ധിക്കാരിയാണ് ആര്, പ്രശാന്ത് ആണ്. അപ്പൊ ഇതിനുള്ള പ്രശാന്തിന്റെ റിയാക്ഷൻ വളരെ എന്താണ്, ഇതിനൊക്കെ സിമ്പിളായിട്ടൊക്കെ കാണുന്നത്. എന്നെ ഇപ്പൊ സസ്പെൻഡ് ചെയ്താൽ സസ്പെൻഷൻ ചെയ്യാനുള്ള റൈറ്റ് ഒന്നും ഇല്ല. ഒരു IAS ഉദ്യോഗസ്ഥനായതുകൊണ്ട് പൊട്ടനായിട്ട് മിണ്ടാണ്ടിരിക്കണം, ഒന്നിലും പ്രതികരിക്കാതെ. അയാൾക്ക് ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ IAS ആവണവർക്ക് സിവിൽ സർവീസിലേക്ക് വരുന്നവരെന്താ ഒരു പ്രത്യേക ചട്ടക്കൂടിൽ മിണ്ടാണ്ടിരിക്കണം എന്നുള്ളതൊന്നും ഇല്ല. അവരോട് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ സർക്കാരിൻ്റെ നയങ്ങൾ വിമർശിക്കാൻ പാടില്ല. അപ്പോൾ ഏതായാലും രണ്ടിനും, ഗോപാലകൃഷ്ണൻ്റെ സസ്പെൻഷനും പ്രശാന്തിൻ്റെ സസ്പെൻഷനും ഒരേപോലെ വന്നതിൽ അതിലൊരു പ്രശ്നമുണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്.